ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഞാനൊരു ആർട്ട് വർക്കുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതും എന്തോ ഒരു കൊറിയർ കിട്ടിയിട്ടുള്ള കാർട്ടനാണ്. ആ കാർട്ടൺ ബോർഡിലാണ് അപ്പോൾ ആർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൂൺ ഷേപ്പിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കൊച്ചിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ മൂണിൻ്റെ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നല്ല കട്ടിയുള്ള കാർട്ടണായതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ കത്രിക ഉപയോഗിച്ച് ബ്ലേഡൊക്കെ കൊണ്ടൊക്കെ മുറിച്ചിട്ടൊക്കെ ഒരു വിധത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. നല്ല പാടുണ്ടായിരുന്നു കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ 2 എണ്ണം വേണം ഇത് നമുക്ക് 2ആയിട്ട് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 2 എണ്ണം വേണം. ഞാനങ്ങനെ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബ്ലാക്ക് കളറിലെ ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അകത്തടിക്കേണ്ട, 2 പുറത്ത് വരുന്ന രീതിയിൽ 2 പീസിൻ്റെയും പുറം വശത്തായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ബ്ലാക്ക് കളറിലെ പെയിൻറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതിങ്ങനെ വെച്ച് ഒട്ടിക്കേണ്ടതാണ്. അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു തടി വെച്ചിട്ട് ഒരു ചെറിയൊരു കമ്പ് കഷ്ണമായിട്ടുള്ളതെടുത്ത് ഫെവിക്കോളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് രണ്ടും ഒരുമിച്ച് വെച്ച് ആ ഒരു മൂണിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് വെച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടി. ഞാനിപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൊത്തം നമ്മുടെ പിസ്തയുടെ തോടാണ്. പിസ്ത കഴിച്ചിട്ട് തോട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തി. ഞാനിപ്പോൾ മൂണിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഈ ഒരു പിസ്തയുടെ തോട് ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ, ബാക്കിൽ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ 2 സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും ഒട്ടിച്ചതിൻ്റെ. ആ സൈഡൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലുമായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ കൊടുക്കുന്നില്ല. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ബ്ലാക്ക് കളറിലെ ആ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ ഫുള്ളും അടിച്ചു കൊടുക്കുന്നുണ്ട് ആ പെയിൻറ്റ്. അതിന് ശേഷം പിന്നെ ഗോൾഡൻ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തേക്കുന്നത്. അത് ഉണങ്ങിയതിന് ശേഷമാണ് ഗോൾഡൻ ഫാബ്രിക് പെയിൻറ്റ് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഡബിൾ കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിലും അത് തന്നെ അടിക്കുന്നുണ്ട്. ബാക്കിൽ ഞാൻ ഈ പിസ്തയുടെ തോട് ഒട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ബൈ.